സംവാദം നടത്താം. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ. ഇനി ഏത് വിഷയത്തിലാകട്ടെ, ഇസ്തിഗാസ എന്ന വിഷയത്തിൽ വേണമെങ്കിൽ അങ്ങനെ നടത്താം. ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ്. ഒന്നാമതായി പറയാനുള്ളത് അതാണ്. മൗലവി വെല്ലുവിളിച്ച് നോക്കുകയാണ് അല്ലേ? ആരോടാ വെല്ലുവിളിക്കുന്നത്? ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ്. പറയുമ്പോ ഓർക്കേണ്ടിയിരുന്നു നിങ്ങൾ. ഏത് വിഷയത്തിലും റെഡി റെഡി. നമ്മുടെ വെല്ലുവിളി ഏറ്റെടുത്ത റെഡി സഖാഫി അദ്ദേഹം എന്താ പറയുന്നത് കേട്ടു നോക്ക്. അദ്ദേഹം പറയട്ടെ. അതിന്റെ പച്ച മലയാളാണ്. തൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. മുദബ്ബിറുൽ ആലം CM വലിയുല്ലാഹി തങ്ങളാണെന്നും അതിനേക്കാൾ മേലെയാണെന്നുമുള്ള വാദം ഞങ്ങൾക്കുണ്ട് എന്നാണ് അനസ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അങ്ങനത്തെ വാദം ഞങ്ങൾക്കില്ല. മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് തദ്ബീർ ഉണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഫൽ മുദബ്ബിറാത്തി അംറ, മഹാന്മാർക്ക് തദ്ബീർ ഉണ്ട്. എന്നാൽ മുദബ്ബിറുൽ ആലം അത് അല്ലാഹു തആലയാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദിലും അനി ബിത്തൗഹീദിൽ മുത്ലഖ് അൻ യഅലമ അന്ന മുദബ്ബിറുൽ ആലമി വാഹിദുൻ, മുദബ്ബിറുൽ ആലമി ഏകനായ അല്ലാഹുവാണ് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിലുമൊക്കെ പറഞ്ഞത് വിശദീകരിച്ച് ഞങ്ങൾ ഇവിടെ കുരുവട്ടൂരിയൻ വ്യാജന്മാരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാദം ഞങ്ങളെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ് മൗലവി. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾക്ക് ഈ വാദമുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് വരണം. എത്രമാത്രം ലജ്ജാവഹമാണിത്! എത്ര ലജ്ജാവഹമാണിത്! മൗലവി, ഞങ്ങൾ മുന്നോട്ട് വെച്ച വാദം അതൊന്ന് താങ്കൾക്കില്ല എന്ന് പറയാൻ താങ്കൾക്ക് കഴിയോ? അതെങ്ങനെ കഴിയാ? താങ്കൾ നിർവചിക്കുന്ന തൗഹീദിനെ കുറിച്ചല്ലേ നമ്മളെ ചോദ്യം. അങ്ങനെ ആൺകുട്ടികളെ പോലെ പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞങ്ങൾക്കില്ലാത്തൊരു വാദം അത് ഞങ്ങളെ തലയിൽ കെട്ടിവെക്കാനല്ലേ ശ്രമിക്കുന്നത്? ഇതിനപ്പുറം ഭീരുത്വം പിന്നെ എന്ത് വേണം മൗലവി? ഇതിലപ്പുറം ഭീരുത്വം പിന്നെ എന്ത് വേണം? ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, ഞങ്ങളെ വാദമായിട്ട് പറയാണ്, ഞങ്ങളെ വിരോധികളായ വഹാബികളുടെ വാദം കൊണ്ടുവന്ന് ഇസ്തിആസ ശിർക്കാണെന്നാണല്ലോ അനസ് പറയുന്നത്. അപ്പൊ ഇസ്തിആസ ശിർക്കാണ് എന്ന സമസ്തയുടെ വാദം പ്രമാണവിരുദ്ധമാണ്. അതിൽ നിങ്ങൾ സംവാദത്തിന് വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംവാദത്തിന് നിൽക്കുമോ? ഞങ്ങളെ സംവാദത്തിന് നിൽക്കുമോ? അത് ഞങ്ങളെ വാദമല്ല, അത് ഞങ്ങൾ എതിർക്കുന്ന വാദമാണ്. അതുപോലെയല്ലേ മൗലവി ഈ ഒരു വാദം കൊണ്ടുവന്ന്, ഞങ്ങൾ എതിർക്കുന്ന വാദം കൊണ്ടുവന്ന് ഞങ്ങളുടെ വാദമായി അംഗീകരിക്കണമെന്ന് പറയാൻ താങ്കൾ എത്രമാത്രം നിരായുധനാണ്? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും ഇല്ലാത്ത വാദം അത് നമ്മുടെ ആലിമീങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നിരന്തരം ആ വാദം നമുക്കില്ല എന്ന് മാത്രമല്ല, അത് വാദിച്ചു വന്ന കുരുവട്ടൂരിയൻ വ്യാജന്മാരടക്കമുള്ള കള്ളത്തൊരീഖത്തുകാരെ നന്നായി കൈകാര്യം ചെയ്യുന്നവരുമാണ് ഞങ്ങൾ. എന്നാൽ ഈ അനസ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയാണ്, നിങ്ങൾക്കില്ലാത്ത ഈ വാദം തന്നെ നിങ്ങൾ അംഗീകരിക്കണം, എന്നാലേ മൂപ്പര് സംവാദത്തിനുള്ളൂ. എങ്ങനെ? അതിൻ്റെ പച്ച മലയാളാണ്. തൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. റെഡിയാണ്. ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ്. പറയുമ്പോ ഓർക്കേണ്ടിയിരുന്നു നിങ്ങൾ. ഏത് വിഷയത്തിലും റെഡി റെഡി. തൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. തൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. പച്ച മലയാളത്തിൽ പറയാണ്. പച്ച മലയാളത്തിൽ പറയാണ്, നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. അതാണ് അതിന്റെ പച്ച മലയാളം. എന്നാൽ നിങ്ങൾ ആദ്യം റെഡി എന്ന് പറഞ്ഞല്ലേ വന്നത്. എവിടെ പോയി നിങ്ങളുടെ റെഡി? ഇപ്പൊ പറയാണ് ഞങ്ങൾക്ക് വാദം തന്നെ ഇല്ല. വാദമില്ല എന്നിങ്ങനെ ഇയാൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി ആന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമസ്തയല്ലേ അത്? അബൂബക്കർ മുസ്ലിയാർ വായിച്ച് അംഗീകരിക്കുന്നു. അന മുദബ്ബിറുൽ ആലം എന്ന് CM മടവൂര് പറഞ്ഞു, എടുത്തു കാണിച്ചില്ലേ? മുദബ്ബിറുൽ ആലം എന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് ഇയാൾ പറഞ്ഞാൽ മതിയോ? അബൂബക്കർ മുസ്ലിയാർ അംഗീകരിക്കുന്നു, മൗലിദുൻ നൂറിൽ എഴുതുന്നു, തഫ്സീർ സഖാഫി അത് രേഖപ്പെടുത്തുന്നു, ഇത് എല്ലാ വീടുകളിലും വായിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ കാണിച്ചിട്ട് മൂപ്പര് വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ആ വാദം ഇല്ല. ഇയാൾ ഏതാണ്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കാന്തപുരം സമസ്തയുമായിട്ടാണ് സംവദിക്കാൻ തയ്യാറാകുന്നത്.
ഇദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് ആ വാദമില്ല. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങളെ, ഇത് കാണുന്ന സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും. എന്നാൽ നിഷ്പക്ഷമായി ഇത്തരം സംഗതികളെ വീക്ഷിക്കുന്ന, ഇത് കാണുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ മുന്നിലേക്ക് ചില സംഗതികൾ ഞങ്ങൾ കാണിക്കുകയാണ് കൃത്യമായി. അതിലൊന്ന് പകര അഹ്സനി എന്ന് പറയുന്ന, പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്നൊരു പണ്ഡിതൻ. എല്ലാവർക്കും അറിയാം അദ്ദേഹം കാന്തപുരം സമസ്തക്കാരനാണ്. അദ്ദേഹം ചാലിയത്ത് ദറസ് നടത്തുന്ന ആളാണ്. ഇവരുടെ സ്റ്റേജുകളിൽ മാദിഹുർ റസൂൽ അല്ലെങ്കിൽ ആഷിഖുർ റസൂൽ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നയാളാണ്. മാത്രമല്ല മുസഫർ രാജാവ് അവാർഡ് നൽകി ഇവർ പൊന്നാനിക്കടപ്പുറത്ത് ആദരിച്ച വ്യക്തിയാണ്. അപ്പൊ കാന്തപുരം സമസ്തയിൽപ്പെട്ട ഇന്നും അവർക്കിടയിലെ പണ്ഡിതനായി തന്നെ അറിയപ്പെടുന്ന, അവരുടെ സ്റ്റേജുകളിൽ പ്രഭാഷണം നടത്തുന്ന ഏത് കാന്തപുരം സമസ്തക്കാരനും സുപരിചിതനായ, മാത്രമല്ല അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പോലും സ്വപ്നം കാണുകയും അല്ലാത്തതുമായ ഒരുപാട് കഥകൾ വിവരിക്കുന്ന സ്വപ്നജീവി എന്ന അപരനാമത്തിൽ ഇടക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ആ വ്യക്തി, അദ്ദേഹം കാന്തപുരം സമസ്തക്കാരനല്ലെന്ന് ഇവർ പറയൂലല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകം കൃത്യമായി എൻ്റെ സഹോദരങ്ങളെ, മലയാളം നമുക്ക് മനസ്സിലാവൂലേ? ഒരു മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരാളുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകൂലേ? നിങ്ങൾ കേട്ടു നോക്കൂ. കാന്തപുരം സമസ്തക്കാരനായ മുഹമ്മദ് അഹ്സനി പകര അദ്ദേഹം പറയുന്ന വാചകം. ഷെയ്ഖുനാക്ക് അതിനൊക്കെ കഴിയും. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ഉടനെ പറഞ്ഞു അന ഖുതുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം, അന ഖുതുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞു. സഹബോടുകൂടെ പറഞ്ഞതാണോ അല്ലേ അഞ്ച് തീരുമാനം? കണ്ടോ, സഹവിൽ പറഞ്ഞതാണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോ? പക്ഷെ പറഞ്ഞിട്ടുണ്ട് അന മുദബ്ബിറുൽ ആലം എന്ന്. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ സി എം മടവൂര്, അന ഖുതുബുൽ അഖ്താബ് എന്ന് ഷെയ്ഖുന അഥവാ സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട്. അത് സഹവിൽ പറഞ്ഞാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. സംഗതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ മുസ്ലിയാർ അംഗീകാരം നൽകി പുറത്തിറക്കി ഇന്നും പിൻവലിച്ചിട്ടില്ലാത്ത ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തി. മാത്രമല്ല പകര അഹ്സനി അദ്ദേഹം ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു. ഷെയ്ഖുനെ അത് പറഞ്ഞിട്ടുണ്ട്, അഥവാ സി എം മടവൂർ അത് പറഞ്ഞിട്ടുണ്ട്, അന മുദബ്ബിറുൽ ആലം. അപ്പൊ സി എം മടവൂർ കാന്തപുരം സമസ്തക്കാരനല്ലേ? നിങ്ങൾ സി എം മടവൂരിന്റെ വാചകം ഉദ്ധരിച്ചിട്ടല്ലേ? സി എം മടവൂർ ഉള്ളാൾ തങ്ങളോട് പറഞ്ഞു അന്ത അലൽ ഹഖ്, അന്ത അലൽ ഹഖ്. സി എം മടവൂർ പറഞ്ഞു നിങ്ങൾ സത്യത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൻ്റെ മേലാണ് എന്ന് സി എം മടവൂര് പറഞ്ഞു. അപ്പോൾ സി എം മടവൂരിനോട് ഇ കെയെ കുറിച്ച്, അഥവാ സി എം മടവൂരിൻ്റെ ഉസ്താദാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് സി എം മടവൂരിൻ്റെ ഉസ്താദാണ്. അപ്പോ ഇന്നക അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോ, അന്ത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോ ഈ ഉള്ളാൾ തങ്ങൾ മടവൂരിനോട്, സി എം മടവൂരിനോട് ചോദിച്ചു അത്രേ, എന്ത്? അപ്പോൾ നമ്മുടെ ഉസ്താദോ, ഈ കെ നമ്മുടെ ഉസ്താദല്ലേ എന്ന് ചോദിച്ചപ്പോ സി എം മടവൂര് പറഞ്ഞത്രേ കഫറ. കഫറ കഫറ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. മുദബ്ബിറുൽ ആലം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ഉദ്ദേശാർത്ഥവും പറഞ്ഞില്ല, അതിൻ്റെ ലഫ്ലിയായ അർത്ഥം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതുപോലെ കഫറയും അർത്ഥം പറയുന്നില്ല. മനസ്സിലാവില്ല നമുക്ക് എന്താണെന്ന്. ഇത് പറഞ്ഞിട്ടാണ് ഇവിടെ കാന്തപുരം സമസ്ത വളർത്തിയതും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചതും. സി എം നമ്മുടെ ആളാണെന്നൊക്കെ പറഞ്ഞാണ് പ്രചരിപ്പിച്ചത്. അതേ സി എം മടവൂർ അന്ത അലൽ ഹഖ്, ഈ കെ കുറിച്ച് കഫറ എന്ന് പറഞ്ഞ അതേ സി എം മടവൂരാ പറഞ്ഞത് അന മുദബ്ബിറുൽ ആലം. അപ്പോ ഈ കാന്തപുരം സമസ്തയുടെ വാദമല്ലേ സി എം മടവൂരിന്റെ വാദം? അഥവാ സി എം മടവൂര് പറഞ്ഞ കാന്തപുരം സമസ്തയുടെ വാദം ആയി അംഗീകരിക്കാൻ കഴിയാത്ത വാദമാണോ? ഇനി അത് എടുത്തുദ്ധരിച്ചു ആര്? നിങ്ങൾ അബൂബക്കർ മുസ്ലിയാർ അയാൾ അംഗീകാരം കൊടുത്ത മൗലിദ് കിതാബിൽ. ഇനി മാത്രമല്ല പകര അഹ്സനി അത് പറയാണ്. ഇവർ വന്നിട്ട് പറയണം, അസീസ് സഖാഫി വന്നിട്ട് മുജാഹിദിന്റെ മുന്നിൽ കുടുങ്ങിയപ്പോൾ പറയാം ഞങ്ങൾക്ക് വാദമില്ല. സാധാരണക്കാരൻ ഇത് ശ്രദ്ധിക്കണം. ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ മുന്നിൽ മുട്ടുവറച്ച് തോൽവി സമ്മതിച്ച് ഏത്തമിടുകയാണ് കാന്തപുരം സമസ്ത. ആ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇനി അതുകൊണ്ട് അവസാനിച്ചോ? തളങ്കര തങ്ങളെ അറിയോ നിങ്ങൾക്ക്? തളങ്കര തങ്ങളെ നിങ്ങൾക്കറിയുമോ? ആ തളങ്കര തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകം എന്താ? ശൈഖുന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. അന ഖുതുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഇതാ ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേലുള്ളവരുണ്ട്, സദസ്സിലുള്ളവരുണ്ട്, പലരുമുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത്, ഊഹം വെച്ച് പറയുകയല്ല. എന്നാൽ ശൈഖുനെ പറ്റിയിട്ട് പലർത്തുനിന്ന് കേട്ടിട്ട് വന്ന് ശൈഖുനയോട് ചോദിച്ചു, നിങ്ങളെ പറ്റി മുദബ്ബിർ ആലമെന്നും ഖുതുബുൽ ആലം എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സഖാഫിയാ ചോദിച്ചത്. ഉടനെ ഒന്ന് മറുപടി, അതൊക്കെ ചെറിയ മദ്ഹാമോനെ, ഇപ്പോൾ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ ഇപ്പോ പറഞ്ഞില്ലേ അന ഖുതുബുൽ, നിങ്ങൾ ഖുതുബുൽ ആലം ചോദിച്ചപ്പോ ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ പാപ്പ ചോദിച്ചു, എവിടെയാ, അതെവിടെയാ? മിണ്ടിയില്ല. കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയേണ്ട ഒരു പേരുണ്ട്, നാമമുണ്ട്, അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇതൊക്കെ ജദിബില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും 100% ശരിയായി. അതൊന്നും ജദിബിലല്ല. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഇങ്ങനത്തെ കാര്യം മാത്രം ജദിബില എന്ന് വിശ്വസിക്കാൻ മാത്രം. നമ്മുടെ തലച്ചോറ് ഒരാളുടെയും ഇടയിൽ ആരുടെയും മുന്നിൽ പണയപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ മറുഭാഗത്ത് വന്ന സക്കാഫിയുടെ പ്രസംഗം കേട്ടപ്പോൾ തോന്നി മൂപ്പരുടെ തലച്ചോറ് ആരോ കടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മനസ്സിലാക്കണം, ഇത് തളങ്കര തങ്ങൾ പറയാൻ, വയലത്തൂർ തങ്ങളെ സാക്ഷി നിർത്തി പറയാൻ, എവിടെയുള്ള പല ആളുകളും കേട്ടിട്ടുണ്ടത് എന്ന് പറയാൻ. CM മടവൂര് പറഞ്ഞ വാചകം മനമുദബ്ബിറുൽ ആലം എന്ന് CM മടവൂര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ CM മടവൂര് അള്ളാന്റെ വലിയ എന്നല്ലേ പറയുന്നത്? അത് നിഷേധിക്കുന്നുണ്ടോ? CM മടവൂരിനെ കുറിച്ച് നിങ്ങൾ വലിയുള്ള എന്നല്ലേ പറയുന്നത്? അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് മർക്കസിന്റെ സ്ഥലം കാണിച്ചു തന്നത് പോലും CM മടവൂരാണ് എന്നല്ലേ പറയുന്നത്? മരിച്ചതിനു ശേഷവും CM മടവൂർ ഞങ്ങളെ നിയന്ത്രിക്കുന്നു എന്നല്ലേ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം പറയുന്നത്? മുജാഹിദുകളുടെ മുന്നിൽ വന്നിട്ട് മാനം കെട്ടില്ല നിങ്ങൾ, നാണം കെട്ടില്ല നിങ്ങൾ? വാദപ്രതിവാദം വെല്ലുവിളി സ്വീകരിച്ചിട്ട് മുന്നിൽ വന്നിട്ട് വാദം മുദബ്ബിറുൽ ആലം, നിങ്ങൾ വലിയാണ് എന്ന് പറയുന്ന, ലോകം നിയന്ത്രിക്കുന്നു എന്ന് അതേ പുസ്തകത്തിലടക്കം എഴുതി വെച്ച് പ്രസംഗങ്ങളിലടക്കം പറഞ്ഞ് പ്രചരിപ്പിച്ച് നിങ്ങളുടെ പണ്ഡിതന്മാർ കൊണ്ടു നടന്നയാൾ, അദ്ദേഹം മുദബ്ബിറുൽ ആലം ആണ് എന്ന വാദഗതികൾ ഉന്നയിച്ച് നാളിതുവരെ നാട് ചുറ്റിയിട്ട് മുജാഹിദുകളുടെ മുന്നിൽ നിന്ന് വാദപ്രതിവാദം നടത്തിയത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോ വാദം കേട്ടപ്പോൾ തന്നെ വാലും ചുരുട്ടി ഓടുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? നാണമുണ്ടോ കാന്തപുരം സമസ്തക്കാരെ നിങ്ങൾക്ക്? എന്നിട്ട് വീണ്ടും മുട്ടിനായങ്ങൾ പറയാൻ, ഞങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന അസ്തിത്വ പ്രതിസന്ധി എന്താണ് ഈ വിഷയത്തിലെന്ന്. ഇതൊരു ചെറിയ വിഷയമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഹൽക്കിനാ ഞങ്ങൾ പിടിച്ചത്. മനസ്സിലാക്കണം, ഈ അടുത്തല്ലേ കാന്തപുരം സമസ്തയുടെ മർക്കസിലെ മുദരിസായ അവിടുത്തെ അധ്യാപകനായ ആളിൽ നിന്ന് തന്നെ പുറത്തിറങ്ങില്ല പുസ്തകം. ആര്? മുഹമ്മദ് അബ്ദുൽ മജീദ് ഇബ്നു മുഹമ്മദ് കുൻ അൽ ബാഖവി അൽ കാമിൽ സഖാഫി അൽ ഷാഫിഈ അൽ മലൈബാരി അൽ ഹിന്ദി, എന്തോ നീണ്ട പേരായിട്ടത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ത്? ഒരു കിതാബ് തന്നെ എഴുതി പുറത്തുവിടാണ്. പുറത്തുവിടുന്ന ആള് നിസാരക്കാരനല്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ കിതാബ്. അദ്ദേഹം പുറത്തുവിട്ട ആ കിതാബിന്റെ പേര് തന്നെ കുത്തുഫുൽ ആലം ഫീ മനാഖിബി കുത്തുബുൽ ആലം. കുത്തുഫുൽ ആലം ഫീ മനാഖിബി കുത്തുബിൽ ആലം. മനസ്സിലാക്കണം, ഈ കിതാബ് മർക്കസിലെ മാത്രമല്ല കാന്തപുരം സമസ്തയുടെ മുശാവറ അംഗങ്ങൾക്ക് പോലും പല വിഷയങ്ങളിലും മസ്അലകൾ പറഞ്ഞു കൊടുക്കുന്ന, അതിനുവേണ്ടി കിതാബ് പരതുന്ന മുഹമ്മദ് അബ്ദുൽ മജീദ് ബാഖവി കാമിൽ സഖാഫി. മനസ്സിലാക്കണം, എത്ര ഡിഗ്രിയാണ് അദ്ദേഹത്തിന്? ഈ കിതാബ് കുത്തുബുൽ ആലം ഫീ മനാഖിബി കുത്തുബുൽ ആലം എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങി. എന്നിട്ട് ആ സാധു തന്നെ ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറയാം, ഞാൻ ആ പുസ്തകം പിൻവലിച്ചിരു, ആരും വായിക്കല്ലേ. എന്തൊരു ഗതികേടാ നിങ്ങളുടെ ഗതികേട്! ഒരു പുസ്തകം, ഒരു കിതാബ് എഴുതി 450 പേജുള്ളൊരു കിതാബ് എഴുതി ഉണ്ടാക്കി, അത്
എഡിറ്റ് ചെയ്ത് അതൊരു പുസ്തകമാക്കി പുറത്തിറക്കുക എന്നുള്ളത് എത്ര വലിയ പ്രോസസ്സാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പുസ്തകം കിതാബ് എഴുതി പ്രസിദ്ധീകരിച്ചതിനു ശേഷം നമ്മൾ കണ്ട കാഴ്ച എന്താ? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ ഇളകി. കാരണം വെച്ചാൽ ഇവർക്കറിയാം ഈ രൂപത്തിൽ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ട വിശ്വാസം, ആ വിശ്വാസവും കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല, മുജാഹിദുകളുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല, സലഫികളുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പിൻവലിച്ചു പോവുകയാണ്, ഓടുകയാണ്. ഇവർ എല്ലാ രംഗത്തോടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിൽ ഈ വിഷയം തന്നെ പ്രയാസകരമായി മാറുന്ന കാന്തപുരം സമസ്തയുടെ ദയനീയമായ പതനം, ഇവർ പറഞ്ഞുകൂട്ടിയ തോന്നിയാസങ്ങൾ, അള്ളാഹുവിൻ്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ, ദീനിൻ്റെ പേരിൽ പറഞ്ഞുകൂട്ടിയ തോന്നിയാസങ്ങൾ, ഒരിക്കലും അത് മുജാഹിദുകളുടെ മുന്നിൽ വന്ന് സമർത്ഥിക്കാൻ കഴിയില്ല എന്നിവർക്കറിയാം. തളങ്കര തങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാം, അതുപോലെ തന്നെ പകരഹസനിക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാം, മജീദ് സഖാഫിക്ക്, കാമിൽ സഖാഫിക്ക് ബുക്കായി 400-ലധികം പേജുള്ള ഒരു പുസ്തകമായി എഴുതാം. മാത്രമല്ല ബസീർ സഖാഫിക്ക് അത് മൗലിദാക്കി മാറ്റാം. മാത്രമല്ല ആ മൗലിദിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തഖ്രീർ എഴുതി കൊടുത്ത് ഇതെല്ലാ വീട്ടിലും വായിക്കേണ്ടതാണ് എന്ന് പറയാം. പക്ഷേ മുജാഹിദുകളുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആ വാദമില്ലെന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ ഈ സഖാഫിയുടെ ദയനീയമായ പതനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളിത് ആഘോഷിക്കണ്ടേ? ഇത് മുജാഹിദുകളുടെ വിജയമല്ലേ? വാദപ്രതിവാദം നടത്താൻ വന്നിട്ട്, സംവാദത്തിന് വന്നിട്ട് മുജാഹിദുകളുടെ മുന്നിൽ നിന്നിട്ട് വറക്കുന്ന കാഴ്ച, പിച്ചും പേയും പറയുന്ന കാഴ്ച, ആ കാഴ്ചയല്ലേ കണ്ടത്? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതാ വീണ്ടും ഞങ്ങൾക്ക് വാദമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉരുളാൻ ശ്രമിക്കുകയാണ് ഈ സാധു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംവാദവും അറിയില്ല, ഖണ്ഡനവും അറിയില്ല, വ്യവസ്ഥയിലേക്ക് വരേണ്ടതെങ്ങനെയൊന്നും അറിയില്ല, എങ്ങനെ വെല്ലുവിളിക്കണമെന്നും അറിയൂല, എങ്ങനെ വെല്ലുവിളി സ്വീകരിക്കണമെന്നും അറിയില്ല. ഒരു പാവം സാധു പെട്ടുപോയതാണ്. ആ സാധു പെട്ടുപോയതാ, ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം തന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന വർത്താനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വളരെ കൃത്യമല്ലേ അത്? ഈ ഒരു ആശയം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ 64ഓളം ഖണ്ഡന പരമ്പരകൾ ഇതിനോടകം കഴിഞ്ഞു. ഞങ്ങളെ ആലിമീങ്ങളൊക്കെയും അത് എഴുതി വച്ചു. എന്നിട്ടും അത് ഞങ്ങളുടെ വാദമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് എത്രമാത്രം ലജ്ജാവഹമാണ് എന്ന് അനസിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്കില്ലാത്ത വാദം തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം. അനസ് പറയട്ടെ. ഞങ്ങൾക്ക് ആ വാദമില്ല, തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വാദപ്രതിവാദത്തിന് തെളിയിച്ചു തരാം. നിങ്ങൾ വാദപ്രതിവാദത്തിന് നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് തെളിയിച്ചു തരാം. മനസ്സിലാക്കണം, ഞങ്ങളത് നിങ്ങൾക്ക് ആ വാദം ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയാതെ വാദം എഴുതുമോ? കണ്ടോ നിങ്ങൾ, ഇദ്ദേഹത്തിന് സംവാദത്തിന്റെ ബാലപാഠം അറിയൂ. അനസെ എത്ര കാലമായി ഇതിൽ കയ്യിലുകുത്താൻ തുടങ്ങിയിട്ട് സംവാദത്തിന്റെ ബാലപാഠം അറിയണ്ടേ? അയാൾ പറയാണ് സംവാദത്തിന് വരൂ, എന്നിട്ട് ആ വാദം നിങ്ങളുടേതാണെന്ന് ഞങ്ങൾ തെളിയിച്ചരാം. മൗലവി ആദ്യം വാദം തീരുമാനമായിട്ടല്ലേ സംവാദത്തിലേക്ക് കടക്കുള്ളൂ. സംവാദത്തിൽ തെളിയിക്കേണ്ടത് ഈ വാദം നിങ്ങളുടേതാണ്, മറ്റേ വാദം ഞങ്ങളുടേതാണെന്നാണ് തെളിയിക്കേണ്ടത്. സംവാദത്തിൽ തെളിയിക്കേണ്ടത് വ്യവസ്ഥയിൽ എഴുതി വന്ന വാദം അത് പ്രമാണവിരുദ്ധമാണ് എന്നാണ് ഓരോരുത്തരും തെളിയിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വാദം ഇന്നതാണോ അല്ലേ എന്ന് തെളിയിക്കേണ്ടതല്ല സംവാദം. വാദം തീരുമാനിച്ചതിന് ശേഷമാണ് രണ്ടുപേരും അവരവരുടെ വാദമായി അംഗീകരിക്കുന്ന വാദം എഴുതിയതിന് ശേഷമാണ് സംവാദത്തിന് ഇരിക്കേണ്ടത്. എന്നിട്ട് മൗലവി പറയണം സംവാദത്തിന് വരൂ, ഞാനത് തെളിയിക്കുക, നിങ്ങളെ വാദമാണ്. നിങ്ങൾ വെറുതെ പറഞ്ഞല്ലത്, വാദം കൃത്യം തന്നെയാണ്. ആ വാദം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പറയാൻ നിങ്ങളാ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഏത് വിഷയവും പറഞ്ഞോ, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. സംവാദം നടത്താം തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ, ഇനി ഏത് വിഷയത്തിലാകട്ടെ, ഇസ്തിഗാസ എന്ന വിഷയത്തിൽ വേണമെങ്കിൽ അങ്ങനെ നടത്താം. ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ്. ഒന്നാമതായി പറയാനുള്ളത് അതാണ്. മൗലവി വെല്ലുവിളിച്ച് നോക്കുകയാണ് അല്ലേ? ആരോടാ വെല്ലുവിളിക്കുന്നത്? ഇപ്പോൾ എത്ര കഷ്ണമായി വഹാബികൾ. അതുകൊണ്ട് അനസ് വെല്ലുവിളിച്ചിട്ടുണ്ട്, വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്.
സംവാദത്തിന് റെഡിയാണ്. തൗഹീദ് ശിർക്ക് എന്ന വിഷയമാണോ വേണ്ടത്, അതിൽ സംവാദമാവാം. ഇസ്തിഗാസ എന്ന വിഷയത്തിലാണോ വേണ്ടത്, അതിലാകാം. തവസ്സുൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഏത് വിഷയത്തിലും സംവാദം നടത്താൻ, പ്രാമാണികമായി വിഷയത്തെ സമീപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എന്നും തയ്യാറാണ്. ആ വാദം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പറയാൻ നിങ്ങളാ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഏത് വിഷയവും പറഞ്ഞോ, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് വാദം പറയാൻ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വാദം. ഇനി നിങ്ങൾക്ക് ആ വാദമില്ലേ, ഒറ്റ വാചകത്തിൽ അത് മറുവാദം എഴുതാനേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ വാദമില്ല. എത്ര സിമ്പിളാ ഇത്. വാദപ്രതിവാദത്തിനാണെങ്കിൽ ഞാനൊരു വാദം പറഞ്ഞു, ആ വാദം നിങ്ങൾക്കില്ലെങ്കിൽ മറുവാദം നിങ്ങൾക്ക് എഴുതാം. ഞങ്ങൾക്ക് ആ വാദമില്ല എന്നെഴുതിയാൽ തീർന്നില്ലേ, മറുവാദമായില്ലേ? അത് ഞങ്ങൾ പറഞ്ഞു തരണോ? അത് ഞങ്ങൾ നിങ്ങളുടെ വാദം എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. എങ്ങനെ മറുവാദം, ഒരു വാദപ്രതിവാദത്തിന് വാദം വന്നാൽ എങ്ങനെ മറുവാദം എഴുതണമെന്നും ഞങ്ങൾ പഠിപ്പിച്ചു തരണോ? എന്ത് ഗതികേടാ ഇത്. ഞാനൊരു വാദം അങ്ങോട്ട് ഉന്നയിച്ചാൽ നിങ്ങൾക്ക് ആ വാദം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ ആ വാദമുണ്ട് എന്ന് തെളിയിക്കൽ എൻ്റെ ബാധ്യതയാണ്. നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് തെളിയിക്കൽ എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ മറുവാദം എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതിയല്ലോ. അതും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എനിക്കില്ലാത്തൊരു വാദം എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ മറുവാദമായി. നിങ്ങൾക്കങ്ങനെ ഒരു വാദമുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ രേഖകൾ അത് തരേണ്ട ആവശ്യമില്ലിപ്പോൾ. വാദപ്രതിവാദത്തിന് നിങ്ങൾ കൊണ്ടുവരുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തെളിവ് സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ പറഞ്ഞാൽ മതി. ഇപ്പം അതിൻ്റെ സാഹചര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ ഒഴിഞ്ഞു പോകരുതെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ രേഖയിൽ തന്നെ അങ്ങനെ മടവൂർ പറഞ്ഞതായി, സി എം മടവൂർ പറഞ്ഞതായി, മുദബ്ബിറുൽ ആലമാണ് ഞാനെന്ന് പറഞ്ഞതായി നിങ്ങൾ എഴുതി വെച്ച രേഖയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാദം എഴുതിയത്. അതുപോലെ തന്നെ കൗലിയായ നിലയ്ക്കുള്ള നിരവധി തെളിവുകൾ, പ്രഭാഷണങ്ങളിൽ വന്നത്, പ്രസംഗിച്ചത്, പകര പറഞ്ഞത്, തളങ്കരത്തങ്ങൾ പറഞ്ഞത്, വേറെ ഒരുപാട് ആളുകൾ പറഞ്ഞത്, വൈലത്തൂരിനെ സാക്ഷിയാക്കി പറഞ്ഞത്, അത് കേട്ടവർ അവരെ ഈ സദസ്സിലുണ്ട്, അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം ആ തെളിവിൻ്റെയൊക്കെ മുന്നിൽ വന്നു നിന്നിട്ടാണ് ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ പതനം എത്രമാത്രം വലുതാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമോ? ഈ സമൂഹത്തിന് രക്ഷപ്പെടുമോ? ഇവർ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, ഇത് കാണുന്നവരില്ലേ, ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരില്ലേ, ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നവരില്ലേ? എന്തു പറ്റി നിങ്ങൾക്ക്? മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നോ? മുടിവെള്ളം കുടിച്ചവന് ചിലപ്പോൾ ബോധം പോയിട്ടുണ്ടാവും. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ, ചിന്തിക്കുന്ന ആളുകളില്ലേ, കേൾക്കുന്നവരില്ലേ, അതുപോലെ തന്നെ റെഫറൻസ് പരിശോധിക്കുന്നവരില്ലേ, അവർക്കിത് മനസ്സിലാവൂലേ? നിങ്ങളൊരാൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് വാദില്ല എന്ന് പറഞ്ഞാൽ പുസ്തകം അവിടെ ഇരിക്കുന്നു, മൗലിദ് കിതാബ് ഇരിക്കുന്നു, തഖരീൽ ഇരിക്കുന്നു, പ്രസംഗം ഇരിക്കുന്നു, പ്രഭാഷണം ഇരിക്കുന്നു, ഞങ്ങൾക്ക് ആ വാദമില്ല. എന്ത് ഗതികേടാ നിങ്ങളുടെ ഗതികേട്? ഞങ്ങൾക്ക് വാദമില്ല ആ ഗ്രൂപ്പ്. നിങ്ങൾ അടിച്ചു നോക്കൂ, സമസ്തയിലെ പുതിയ ഗ്രൂപ്പാ ഞങ്ങൾക്ക് വാദമില്ല ഗ്രൂപ്പ്. ഞങ്ങൾക്ക് ആ വാദമില്ല. എന്നാൽ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഞങ്ങൾ മാത്രമല്ല, ഇത് അറിയുന്ന എല്ലാവരും ഉദ്ധരിച്ചില്ലേ? എല്ലാവരും ഉദ്ധരിച്ചില്ല. നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾ നോക്കി, ഇവിടെ പരസ്യമായിട്ട് എഴുതി വെച്ചതാ. ഇത് നോക്ക് നിങ്ങൾ. മൗലിദ് നൂരിയിൽ ഗൗസിൽ മടവൂരി AP ഉസ്താദാണ് ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഹക്കാണെന്ന് പ്രഖ്യാപിച്ചത്. അതിലിതാ ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ശൈഖുന ഖുതുബുൽ അഖ്താബാണ്, മുദബ്ബിറുൽ ആലമാണ്. ഇത് പിൻവലിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് അതിന്റെ അപ്പുറം പറയുന്നു ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സുദി. ഇതൊന്നും എന്നെ കുറിച്ച് നോക്കുമ്പോൾ ഒരു മദ്ഹു അല്ല, ഞാൻ അതിന്റെ മേലെയാണ്. അതാ വഹാബി എഴുതുന്നത് നോക്കിയിട്ട് അവൻ പറയുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഏത് നോക്കിയിട്ട് പറഞ്ഞാലും ഞങ്ങൾ റെഡിയത്. അതിലൊന്നും രണ്ടാമത്തെ ഒരു വർത്താനം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഉണ്ടേവരി മറ്റോലും കൂട്ടിക്കോളി, മറക്കണ്ട. പോരുമ്പോ കുറ്റ്യാടിയിൽ കയറി മൂപ്പരും കൂട്ടിയിട്ട് പോന്നാൽ മതി. അതാണ് അനസ് മൗലവിനോട് പറയാനുള്ളത്. കൂട്ടിയിട്ട് വരി നിങ്ങൾ രണ്ടും കൂടി ഞങ്ങളൊന്ന് പൂട്ടിത്തരാം, എന്നിട്ട് ശരിയാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കവിടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയം പറഞ്ഞ് ഒരു വാദപ്രതിവാദം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവര് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനാണ് അതും പിടിച്ചു നിൽക്കുന്നത്? അത് പിരിച്ചു വിട്ടൂടെടോ. എന്തിനാണ് ഇതിൽ തൂങ്ങി നിൽക്കുന്നത്? എന്ത് ഗതികേടാ ഇത്? മനസ്സിലാക്കണം. ഇവര് കോഴിക്കോട് ഒരു ചന്ത തുടങ്ങി, എന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെ മാർക്കറ്റായി കണ്ടിട്ട് അവിടുന്ന് ഈ പറയുന്ന കച്ചവടം നടത്താൻ ഉള്ള ഒരു ലിമിറ്റഡ് കമ്പനിയായി പ്രഖ്യാപിച്ചത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ സമൂഹത്തിനിടയിൽ ദീനിൻ്റെ പേര് പറഞ്ഞ്
ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ രംഗത്ത് വരുന്നത്. ആ ആളുകളാണ് ഇന്ന് മുജാഹിദിയുടെ മുന്നിൽ പതറി വിറച്ച് വെറുങ്ങലിച്ച് നിൽക്കുന്നത്. ഒരു വാദം പറഞ്ഞിട്ട് ആ വാദം എന്താണെന്ന് പോലും മൂപ്പർക്കരിയുന്നില്ല. ഇനി എന്താ രസം എന്നറിയോ, ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യം മറന്നുപോയി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ആ വാദമില്ല, മുദബ്ബിറുൽ ആലം എന്ന വാദമില്ല എന്ന് ആദ്യം വാദിച്ചു. ഞങ്ങൾക്ക് മുദബ്ബിറുൽ ആലം സി എം മടവൂർ മുദബ്ബിറുൽ ആലം ആണെന്ന വാദമില്ല, ഞങ്ങൾക്കില്ലാത്ത വാദം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മൗലിദുൻ നൂരി എടുത്ത് മുന്നിൽ കാണിച്ചു കൊടുത്തു, അബൂബക്കർ മുസ്ലിയുടെ തക്രീർ വായിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം തല കുത്തനെ മറിയുന്നത് കാണാം. കാരണം വെച്ചാൽ ആ തെളിവ് ധരിച്ചപ്പോൾ എന്തെങ്കിലും ഒരു മറുപടി ഇതിന് പറയണമല്ലോ. ആ മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന കസർത്ത് നിങ്ങൾ കണ്ടു നോക്കൂ. മുദബ്ബിറുൽ ആലം എന്നത് ഔലിയാക്കളാണ് എന്ന വാദം നമുക്കുണ്ട് എന്ന് അനസ് പറഞ്ഞിട്ട് അത് തെളിയിക്കുന്നു എന്ന പേരിൽ അനസ് നൗഷാദിൻ്റെ ആ കാര്യങ്ങൾ നേരെ കോപ്പി അടിക്കുകയാണ്. അതിന് നൗഷാദിനോട് നമ്മൾ പറഞ്ഞ മറുപടിയുണ്ട്, അതൊന്ന് പോയി കേട്ടാൽ മതി മൗലവി. 64 ഗണ്ണനം താങ്കൾ എണ്ണി വന്നിരുന്നല്ലോ, എന്നാൽ ആ ഗണ്ണനം ഒന്ന് തുടക്കം മുതൽ കേട്ടു നോക്ക്. താങ്കൾ ഇവിടെ വായിച്ച മൗലിദ് കിതാബ് അടക്കം ഒരുപാട് കിതാബുകളുടെ ഉദ്ധരണികൾ കൊണ്ടുവന്ന് നൗഷാദ് ആ വാദം മുദബ്ബിറുൽ ആലമാണ് എന്ന് ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതിനെയൊക്കെ ഗണ്ണിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതൊന്ന് കേട്ട് പഠിക്കണം. ആദ്യം അനസ് പറയട്ടെ. എന്നോടൊരു മുദരിസ് പറഞ്ഞു, അദ്ദേഹം ഈ സി എം മടവൂരിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള എൻ്റെ മുദരിസ് പറഞ്ഞു, എന്നോടൊരു മുദരിസ് പറഞ്ഞു. എന്താ മുദരിസ് പറഞ്ഞത്? ഖാലലഹു ആ മുദരിസ് സി എം മടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അങ്ക, ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഖുതുബുൽ അഖ്താബി വ മുദബ്ബിറുൽ ആലം. കണ്ടോ, എവിടുന്നാ വായിക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഔദ്യോഗിക രേഖയല്ലേ? ആ ഔദ്യോഗിക രേഖയിൽ കാണുന്നു അന അഖൂലു അങ്ക, ഓ സി എം മടവൂരെ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ, വലിയ സംഗതി തന്നെയാണ് ഇപ്പത് മൗലവി. ഇതിനൊക്കെ നമ്മൾ എത്രയോ തവണ മറുപടി പറഞ്ഞതാണ്. താങ്കളുടെ കൂട്ടുകക്ഷിയായ നൗഷാദിനോട് ചോദിച്ചു നോക്ക്, അതിന്റെ മറുപടിയൊക്കെ അയാൾ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗണ്ണനം എടുത്തെന്ന് കേൾക്ക്. മനസ്സിലായോ? ഇതിപ്പോ വലിയൊരു സംഗതിയായി ആനത്തലയായി കൊണ്ടുവന്നതാണല്ലേ. എന്താ മൗലവി? മുദബ്ബിറുൽ ആലം അത് അല്ലാഹു തആലയാണ്, അള്ളാഹുവിന്റെ ഖാസ്വായ സിഫത്തുകളിൽ പെട്ടതാണെന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അതുപോലെ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കളെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലമാണെന്ന പദപ്രയോഗം ചില സ്ഥലങ്ങളിൽ നടത്തിയതായി കാണാം, ചില ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൻ്റെ അർത്ഥം മുദബ്ബിറുൽ ആലം എന്നല്ല, അതിൻ്റെ അർത്ഥം മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ് അതിൻ്റെ അർത്ഥം. പഠിക്ക്, കിതാബ് പഠിക്ക്. ഖുർആൻ പഠിക്കുന്നില്ല, ഹദീസ് അറിയില്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ അറിയില്ല, അറബി ഭാഷയും അറിയില്ല. ഞാനിതൊക്കെ അറിയുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചോ. കുടുങ്ങിയില്ലേ നിങ്ങൾ കുടുങ്ങിയില്ലേ? മുദബ്ബിറുൽ ആലമാണ് സി എം മടവൂര് എന്നത് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട്. ചില കിതാബുകളിൽ കാണാൻ മൂപ്പര്, ചില കിതാബല്ല, കാന്തപുരം സമസ്ത എഴുതി പ്രസിദ്ധീകരിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ കിതാബിൽ അതുണ്ട്. നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചോ? നിങ്ങളിപ്പോൾ സമ്മതിച്ചോ? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മുദബ്ബിറും ഫിൽ ആലം എന്നാണ്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ മുദബ്ബിർ, അത് കിതാബും കൊണ്ട് നീ വാദപ്രതിവാദത്തിന് വാ, സംവാദത്തിന് വാ, ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്ക്. മുദബ്ബിറുൽ ആലമും മുദബ്ബിറും ഫിൽ ആലമും അതിനെ സമർത്ഥിക്കാൻ കൊണ്ടുവന്ന കിതാബും ഇതൊക്കെ വെച്ച് പഠിപ്പിച്ചു തരും ഞങ്ങൾ. അതിന് മുന്നിൽ വന്ന് നിൽക്ക്. ആയത്തും പഠിച്ച്, ഹദീസും പഠിച്ച്, മലയാളവും പഠിച്ച്, ഇംഗ്ലീഷും പഠിച്ചു എന്നൊക്കെയല്ലേ പറയണേ. ആ പഠിച്ചതും കൊണ്ട് മുന്നിൽ വന്ന് നിൽക്ക്. ഇത് നിന്ന് ഉറക്കുകയാണ്, ഓടുകയാണ്, കണ്ടം വഴി ഓടുകയാണ്. എന്നിട്ട് പറയാണ് മുദബ്ബിറുൽ ആലം എന്ന് കണ്ട മുദബ്ബിറും ഫിൽ ആലമാണ്. അത് ഞങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ പോരെ? മുദബ്ബിറുൽ ആലമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് കിതാബ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കിതാബിൽ ഇല്ല മൗലവി എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതെ നിങ്ങളുടെ വാദം, ആ വാദത്തിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കായിരുന്നു. അങ്ങനെ കിതാബിലില്ല.
അത് മൗലവി തട്ടിപ്പ് നടത്തിയാണ്, മൗലവി ഉണ്ടാക്കിക്കൊണ്ടുവന്ന കിതാബാണ്. അങ്ങനെയല്ല പറയുന്നത്. ചില കിതാബല്ല മജീദ് സഖാഫി, കാമിൽ സഖാഫി എഴുതിയ കുത്തുഫുൽ ആലം അതിലുണ്ട്. അത് പിൻവലിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കൊണ്ട് പിൻവലിപ്പിച്ചു എന്ന് പറയാം. അവിടെ മാത്രമല്ല അതുള്ളത്. നേരെ മറിച്ച് ഇന്നും പ്രസിദ്ധീകരിച്ച, ഇന്നും വീടുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന, ഇന്നും കടകളിൽ വാങ്ങാൻ കിട്ടുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്. അപ്പൊ കുത്തുബുൽ ആലമാണ് അല്ലെങ്കിൽ മുദബ്ബിറുൽ ആലമാണെന്നുണ്ട് അല്ലേ? എന്നിട്ട് നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് ആ വാദം ഇല്ല. അപ്പൊ കുത്തുബുൽ ആലമാണെന്നുണ്ട്, അല്ലെ മുദബ്ബിറുൽ ആലമാണെന്നുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനല്ല. അത് വാദപ്രയോഗത്തിന് വാ. CM മടവൂർ കുത്തുബുൽ ആലമാണ് എന്ന വാദമുണ്ട് എന്നല്ലേ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതുണ്ട് എന്ന് നിങ്ങളും സമ്മതിച്ചില്ല ഇപ്പോൾ. പിന്നെ അതിൻ്റെ അർത്ഥം ചോദിക്കണം. അർത്ഥമൊക്കെ പറയാനും പഠിപ്പിക്കാനും വ്യാഖ്യാനം പറയാനും ശറഹ് പറയാനും അതിനല്ലേ വാദപ്രതിവാദം. അതിനല്ലേ വാദപ്രതിവാദത്തിന് വിളിച്ചത്. അപ്പോൾ മൂപ്പര് തന്നെ തെളിവങ്ങോട്ട് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ആ വാദം ഇല്ല എന്ന് പറഞ്ഞ് പോകാം. പാവം മുടിവെള്ളം കുടിച്ച് കറങ്ങി നടക്കുന്ന ആളുകൾ, കിറുങ്ങി നടക്കുന്ന ആളുകൾ അവരത് വിശ്വസിച്ചു പോയിക്കൊള്ളും എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ളത് സന്ത്രത്തിൻ്റെ അളവ് പാത്രത്തിൽ ഞങ്ങൾ അളന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വാ. മുദബ്ബിറുൽ ആലം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ വാ. ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ച പിഴച്ച വിശ്വാസം, നിങ്ങൾ പ്രചരിപ്പിച്ച പിഴച്ച വിശ്വാസം, അള്ളാഹുവിൻ്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ, കറാമത്തിൻ്റെ പേരിൽ, തദ്ബീറിൻ്റെ പേരിൽ, തസ്രീഫിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ ഈ വ്യാജവാദങ്ങളെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ സലഫികളാക്കി, നിങ്ങൾ സത്യം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങളെ സലഫികളാക്കി മടക്കിവിടാം എന്ന വാഗ്ദാനമല്ലേ ഞങ്ങൾ തന്നത്. അതിനെ നെഞ്ചൂക്കോടെ ഏറ്റെടുത്ത് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നോ നിങ്ങൾ? ഇല്ല, തോറ്റമ്പി പരാജയം സമ്മതിച്ച് 2 കൈയും പൊക്കി അറസ്റ്റ് വരിച്ച് ആദർശ രംഗത്ത് തോൽവി സമ്മതിച്ച് കാന്തപുരം സമസ്ത തിരിച്ചു പോവുകയാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നൽകിയ തൗഫീഖ്, ഞങ്ങൾക്ക് നൽകിയ സന്തോഷം, ഞങ്ങൾക്ക് നൽകിയ തൗഹീദിന് നൽകിയ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇനി മുദബ്ബിറും ഫിൽ ആലം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പിടുത്തം കിട്ടോ? മുദബ്ബിറും ഫിൽ ആലമാണ്. ഞാൻ ആ ചർച്ച ഇൻഷാ അല്ലാഹ് ഇത് മുന്നോട്ട് പോയാൽ നമുക്ക് കൃത്യമായി തന്നെ സംസാരിക്കണം. പലതും പറയാനുണ്ട്. ഈ മുദബ്ബിറും ഫിൽ ആലം എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന രേഖകളുണ്ട്. വാഴക്കാട് ഖണ്ഡന പ്രസംഗത്തിൽ ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫിയുടെ മുന്നിൽ അന്നു നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോയ കളവുകൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. ഇത് ചെറിയ കളിയല്ല. ഞങ്ങൾ തുടങ്ങി ഓങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഇങ്ങനെ ആയാലോ? വാദം പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പം തന്നെ ഇങ്ങനെ ആയാലോ? നമുക്കറിയാം, വാഴക്കാടിൻ്റെ മണ്ണിൽ പേരുടെ അബ്ദുറഹ്മാൻ സലഫിയുടെ മുന്നിൽ അന്ന് തൽക്കാലം തടിതപ്പാൻ വേണ്ടി പറഞ്ഞു പോയ കളവ് നിങ്ങൾക്ക് മുദബ്ബിറുൽ ആലം എന്നത് മുദബ്ബിറും ഫിൽ ആലമാക്കി മാറ്റാൻ വേണ്ടി അന്ന് നിങ്ങൾ തള്ളിയ കിതാബ് ഇന്ന് പൊടിതട്ടി പരിശുദ്ധ കിതാബായി എടുത്തുകൊണ്ടുവന്നു ഞങ്ങൾക്കത് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? ഇതൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരാനുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ പറയുന്നു മുദബ്ബിറുൽ ആലം എന്നുണ്ട്, പക്ഷെ അത് മുദബ്ബിറും ഫിൽ ആലം എന്നാണത് നമ്മൾ അർത്ഥം പറയേണ്ടത്. എനിക്കതിൻ്റെ കിതാബ് ഓതാൻ നോക്കുക. നിങ്ങൾ ആ കിതാബൊക്കെ എടുത്ത് കൊണ്ടുപോകാന്ന്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഓതുന്ന ആയത്തും നിങ്ങളുടെ ഹദീസും അതുപോലെ നിങ്ങളുടെ ആ കിതാബും നിങ്ങളുടെ വ്യാകരണവും നിങ്ങളുടെ മന്തിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മആനിയും ഇതൊക്കെ എടുത്ത് കൊണ്ടുപോവാ. അതിനല്ലേ സംവാദം. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചോ, നിങ്ങളുടെ കിതാബുകളിൽ ചില കിതാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതോ ബഅദുൽ കിതാബ് എന്ന് പറഞ്ഞ് തട്ടിവിടില്ല. നിങ്ങൾ എഴുതി വിൽക്കുന്ന ബുക്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ആ വാദമില്ല എന്ന് ഞങ്ങളുടെ മുന്നിൽ വിറച്ച് നിങ്ങൾ പറയുന്നു. വാദമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങളുടെ മുന്നിൽ വാദപ്രതിവാദത്തിന് നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് തൽക്കാലം നിങ്ങൾ തടിസലാമത്താക്കാൻ നോക്കുന്നു. പക്ഷേ പൊതുജനത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അപമാനിതരായി മാറുന്നു. നാട്ടുകാർ നിങ്ങളുടെ വാദം പകരാശനിയുടെ നാവിൽ നിന്ന് കേൾക്കുന്നു. നാട്ടുകാർ നിങ്ങളുടെ വാദം അഥവാ CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് നിങ്ങൾ പറയുന്ന വാദം തളങ്കര തങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കുന്നു. നാട്ടുകാർ CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന നിങ്ങളുടെ വാദം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണുന്നു. എന്നിട്ട് നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ആ വാദം ഇല്ല. ഒറ്റ വാക്കിൽ സാധു വിറച്ച് പറയുകയാണ്.